എടാ, ഈ വീഡിയോ ബിൽ മൊഡ്യൂൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. അതായത് ഇലക്ട്രിക്കൽ വർക്കൊക്കെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ട് വർക്ക് ഓർഡർ ആയിട്ട് വരുമല്ലോ. അപ്പോൾ നമ്മൾ ബിൽ മൊഡ്യൂൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതിന് പറ്റിയൊരു സോഫ്റ്റ്വെയർ ആണിത്. KWA ബിൽ മൊഡ്യൂൾ പ്രോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതിലെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് ആദ്യം വേണ്ടത് നമ്മൾ അയച്ച എസ്റ്റിമേറ്റിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് വേണം. അതായത് പ്രൈസിൽ നമ്മൾ ഫോർവേഡ് ചെയ്ത എസ്റ്റിമേറ്റിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ്. ഓക്കെ, ആ സാധനം നമുക്കെടുക്കാം. ആദ്യം പ്രൈസ് ഓപ്പൺ ആക്കുക. ആ തന്ന വർക്ക് ഓർഡറിലെ IR നോക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് ഓർഡറിൽ IR നോക്കിയിട്ട് സെർച്ച് ചെയ്ത് ഏതാണോ കറസ്പോണ്ടിങ് IR അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ആ IR പ്രൈസ് വഴി ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ ഓൾറെഡി എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്ത് അയച്ച അപ്രൂവ് ആയ IR ആണിത്. അതിൽ ഡൗൺലോഡ്സ് പോവുക. ഡൗൺലോഡ്സ് പോയിട്ട് നാലാമത് കണ്ടോ നമ്പർ 4 ആയിട്ട് അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ജനറേറ്റ് കൊടുക്കുക. അതായത് അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് ഡൗൺലോഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഈ പ്രൊസീജിയർ. കണ്ടോ, അപ്പോൾ ഈ അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏകദേശം 10, 7, 8, 9, 10 ഐറ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഈ വർക്കിൻ്റെ ബിൽ മൊഡ്യൂളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ മാത്രമേ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം LSലായതുകൊണ്ട് സെയിം ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും. എസ്റ്റിമേറ്റിൽ എന്താണോ കൊടുത്തത് സെയിം ക്വാണ്ടിറ്റി ആയിരിക്കും. എന്നിട്ട് ആ അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് ഇവിടെ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നെ കണ്ടോ നിങ്ങൾ വർക്ക് നെയിം അവിടെ ക്യാപ്ചറായി, എസ്റ്റിമേറ്റ് നമ്പർ കിട്ടി, റൗണ്ടർ ടോട്ടൽ കിട്ടി. അടുത്തത് നമ്മളിവിടെ കോൺട്രാക്ടർ ചൂസ് ചെയ്യണം. ഇതൊരു 1 ടൈം സ്റ്റെപ്പാണ്. ഞാനിപ്പോൾ ഇവിടെ മോഹനകുമാരൻ എന്ന് പറഞ്ഞ കോൺട്രാക്ടർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വേറൊരു കോൺട്രാക്ടർ ആണെങ്കിൽ ഈ മാനേജ് കോൺട്രാക്ടർ അടിച്ചിട്ട് ഏതാണോ, ഇപ്പോൾ സപ്പോസ് ഞാൻ സുരാസ് ആഡ് ചെയ്യാണ്, സുരാസ് ഏജൻസീസ് പുതിയ കോൺട്രാക്ടർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ പേര് കൊടുത്തു. ആളുടെ അഡ്രസ്സ് എന്താണോ അഡ്രസ് ലൈൻ 1ലും 2ലും അത് കറക്റ്റായിട്ട് കൊടുത്തു. എന്നിട്ട് ഈ സേവ് കോൺട്രാക്ടർ അടിച്ചു. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ ആരോ മാറ്റിയിട്ട് നമുക്ക് ഏതാണോ സുരാസ് ആണെങ്കിൽ സുരാസ് ഞാൻ ചൂസ് ചെയ്തു. അതിന് ശേഷം വർക്ക് ഓർഡറിൻ്റെ ഡേറ്റ്, അതായത് നമുക്ക് സബ്ഡിഷനിൽ കിട്ടുന്ന വർക്ക് ഓർഡറിൻ്റെ ഡേറ്റ് ഏതാണോ അതിവിടെ ചൂസ് ചെയ്യുക. സെയിം പോലെ തന്നെ എഗ്രിമെൻറ്റ് നമ്പർ ഉണ്ടാവും. എഗ്രിമെൻറ്റ് നമ്പറിൽ ആ നമ്പർ മാത്രം ചൂസ് ചെയ്താൽ മതി. അതായത് AEE ബാർ, XE ബാർ, PH ഡിവിഷൻ, സബ് ഡിവിഷൻ ബാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതൊന്നും വേണ്ട. ഏതാണോ നമ്പർ മാത്രം ചൂസ് ചെയ്യുക. എഗ്രിമെൻറ്റ് ഡേറ്റ് ഏതാണ് അത് സെലക്ട് ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ് ഡേറ്റ് സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്നാണ്, അതൊക്കെ ഓവർസിയറുടെ അടുത്തോ കറസ്പോണ്ടിങ് ഓവർസിയറുടെ അടുത്ത് ചോദിച്ചാൽ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്നാണ് വർക്കിൻ്റെ എന്നൊക്കെ കിട്ടും. അത് കൊടുക്കുക. ഇനിയിപ്പോൾ കമൻസ്മെൻറ്റും കംപ്ലീഷനും ഒരേ ഡേറ്റ് ആണെങ്കിൽ, അതായത് ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ അന്ന് തന്നെ തുടങ്ങിയിട്ട് അന്ന് തന്നെ അവസാനിക്കുമല്ലോ, അതിനൊക്കെ ഈ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 2 ഈക്വൽ ആവും. പിന്നെ ബിൽ ഡേറ്റ് എന്നാണ് നോക്കി അത് കൊടുക്കുക. പിന്നെ ജനറേറ്റ് ചെയ്ത ക്ലെയിം നമ്പർ, ഈ ഡീറ്റെയിൽസൊക്കെ ഓവർസിയറുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് മെഷർമെൻറ്റ് റെക്കോർഡ് ചെയ്ത്, അതായത് MBയിൽ നമ്മളൊരു ഡേറ്റ് എഴുതുമല്ലോ മെഷർമെൻറ്റ്, ആ ഡേറ്റ് ഇവിടെ കൊടുക്കുക, ചൂസ് ചെയ്യാം. ഓക്കെ, ഏതാണോ MBയിലുള്ള ഡേറ്റ് ആ ഡേറ്റ് ഇവിടെ ചൂസ് ചെയ്യാം. ശേഷം MBൻ്റെ പേജ് നമ്പർ ഇവിടെ കൊടുക്കുക. ഇതിപ്പോൾ 48 മുതൽ 50 വരെയുള്ള പേജിലാണ് ഈ മെഷർമെൻറ്റ് എഴുതുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഏതാണോ കറസ്പോണ്ടിങ് MB ആ MBൻ്റെ പേര്, ഫുൾ MBയുടെ പേര് ഇവിടെ അടിക്കുക. KWA CNR ഏതാണോ MB ആ MBൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ ഈ ആപ്പ് വഴി കൊടുത്തിട്ട്, ഇത് കണ്ടോ അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് ചൂസ് ചെയ്തു, അപ്പോൾ തന്നെ പേര് കിട്ടി, എസ്റ്റിമേറ്റ് നമ്പർ കിട്ടി, കോൺട്രാക്ടർ കൊടുത്തു, ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് MB നമ്പർ അടിച്ചിട്ട് ഈ ജനറേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിക്കും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഏതാണോ IR ആ IRൻ്റെ പേരിൽ എന്ത് ചെയ്യുക, ആ ഫയൽ സേവ് ചെയ്യുക. എന്നിട്ട് നമ്മളോട് ഓപ്പൺ ചെയ്യണമെന്ന് ചോദിക്കും. യെസ് അടിച്ചൊന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതെന്താ KM മോഹനകുമാരൻ ഓപ്പണായി, എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇവിടെ കോൺട്രാക്ടർ നമ്മൾ മാറിയത് അത് സെലക്ട് ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ കോൺട്രാക്ടർ മാറ്റിയിട്ട് ഒന്നുകൂടി അടിച്ചു തരാം. ഓക്കെ, കോൺട്രാക്ടർ മാത്രം ഒന്ന് മാറ്റിയിട്ട് മോഹനകുമാരൻ മാറ്റിയിട്ട് ഞാൻ സുരാസിനെ സെലക്ട് ചെയ്തു. നേരത്തെ എന്തോ സെലക്ട് ആയില്ല.
എന്നിട്ട് ജനറേറ്റ് കൊടുത്തു, IR കൊടുത്തിട്ട് സേവ് ചെയ്യണം, എന്നിട്ട് ഓപ്പൺ അടിച്ചു. ഓക്കെ, ഇപ്പോൾ കണ്ടോ സുജാസ് ഏജൻസീസ് എല്ലാ ഡീറ്റെയിൽസും കണ്ടോ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വർക്ക് ഓർഡർ നമ്പർ ഒന്ന് ശ്രദ്ധിക്കണം. ഈ വർക്ക് ഓർഡർ നമ്പർ നമ്മുടെ സബ് ഡിവിഷനിൽ വരുന്ന വർക്ക് ഓർഡറിലാണ് ഉണ്ടാവുക. ആ നമ്പർ ഒന്ന് ഇതിലൊന്ന് കറക്റ്റ് ചെയ്യണം. ഇത് ഡിഫോൾട്ടായിട്ട് ഈ നമ്പറാണ് കാണിക്കുക, അല്ല നമ്പർ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. വർക്ക് ഓർഡറിൻ്റെ ഡേറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മാറി. നമുക്കിത് രണ്ടും വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഉണ്ട് വർക്ക് ഓർഡർ ഡേറ്റ് 24, ഇവിടെയും സെയിം ആണ്. എസ്റ്റിമേറ്റ് നമ്പർ മാറി, കമൻസ്മെൻറ്റും കംപ്ലീഷനും ഇവിടെ കണ്ടോ നിങ്ങൾ. എഗ്രിമെൻറ്റ് നമ്പർ വന്നത് കണ്ടോ, നമ്മൾ 68 എന്ന് മാത്രമേ ബോക്സിൽ അടിച്ചിട്ടുള്ളൂ, പക്ഷേ ഇവിടെ മൊത്തം എഗ്രിമെൻറ്റ് നമ്പർ ഫോർമാറ്റിൽ ഇവിടെ വന്നു. ഓക്കെ, അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് 40,000 കയറി. സിമിലർലി ക്ലെയിം നമ്പർ, ബിൽ ഡേറ്റ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. സെയിം തന്നെ ബിൽ മൊഡ്യൂൾ നോക്കിയാലും അതാ നമ്മൾ 10 ഐറ്റം എന്നല്ലേ പറഞ്ഞിരുന്നത്, ആ 10 ഐറ്റം അതിൽ ഓട്ടോമാറ്റിക് ജനറേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഒന്നും സമയം കളയണ്ട, ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രൈസ് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്യാം. പ്രൈസിൽ കണ്ടോ 40,100 സെയിം എമൗണ്ട് തന്നെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ ജനറേറ്റ് ചെയ്ത ബിൽ മൊഡ്യൂളിലും കിട്ടിയിട്ടുണ്ട്. സിമിലർലി സർട്ടിഫിക്കറ്റ് പേജ് നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് പേജ് നോക്കുമ്പോൾ കണ്ടോ, സർട്ടിഫിക്കേഷൻ അടക്കം എല്ലാം ചേഞ്ചായിട്ട് ഓട്ടോമാറ്റഡ് ആയിട്ട് എന്തായിട്ടുണ്ട്, ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ബിൽ മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം ഈ ടൂൾ വെച്ചിട്ട്.